നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഓരോ ദിവസവും ഹൃദയത്തിന് വേണ്ട സ്വസ്ഥതയും മനസ്സിന് വേണ്ട സമാധാനവും നൽകി സർവശക്തനായ ദൈവം നമ്മെ ജയത്തോടെ പരിപാലിക്കുകയാണ്. മറ്റാരെക്കാട്ടിലും നമ്മെ സ്നേഹിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മെ ഓരോ ദിവസവും ഭരിക്കുവാനായിട്ടിടയാകേണ്ടത്. അല്പസമയത്തെ വിചിന്തനത്തിനു വേണ്ടി യൂദായുടെ ലേഖനം, പുതിയ നിയമത്തിൽ അവസാനത്തെ ലേഖനമാണ് യൂദായുടെ ലേഖനം. യൂദായുടെ ലേഖനം അതിൽ 24-ാമത്തെ വാക്യം, ഒറ്റ അധ്യായം മാത്രമേ ഉള്ളൂ, അതിൽ 25 വാക്യമുണ്ട്. അതിൽ 24-ാമത്തെ വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ളവന്. യൂദാ യേശു കർത്താവിൻ്റെ അർത്ഥ സഹോദരന്മാരിൽ ഒരുവനാണ്. വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് യൂദാ ഇവിടെ ഓർപ്പിച്ചുണർത്തുവാനായിട്ടിടയായത്. പഴയ നിയമത്തിലെ പല വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ എരിഞ്ഞു ശോഭിക്കേണ്ട പലരും വീണുപോയത് അവിടെ എടുത്തു കാണിക്കുന്നുണ്ട്. അവസാന ഉപസംഹാര വാക്യത്തിൽ പറയുകയാണ്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച്. വിവിധ നിലകളിലുള്ള സൂക്ഷിപ്പിനെക്കുറിച്ച് ഈ ലേഖനത്തിൻ്റെ പ്രാരംഭവാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയും. ഒന്ന്, ദൈവം നമ്മെ സൂക്ഷിക്കുകയാണ്. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം എന്നേക്കുമുള്ള വിധിക്കായി അന്ധകാരത്തിൻ്റെ ചങ്ങലക്കിട്ട് സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെ 20-21 വാക്യത്തിൽ വായിക്കുന്നു, ദൈവസ്നേഹത്തിൽ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നതായ വ്യക്തികളോട് പറയുകയാണ്, വീഴാതെ വണ്ണം സൂക്ഷിച്ച് തൻ്റെ സന്നിധിയിൽ നിർത്തുന്നവൻ. കർത്താവിൻ്റെ കൃപ കൂടാതെയുള്ള ശ്രമങ്ങളൊന്നും വീഴാതെ നമ്മെ സൂക്ഷിക്കുകയില്ല. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീനെന്ന് ആരംഭത്തിൽ പറഞ്ഞനന്തരം നാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല എന്നാണ് വായിക്കുന്നത്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട്, തന്നെ തന്നെ സൂക്ഷിക്കണം. നിന്നെ തന്നെയും നിൻ്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക, എന്നാൽ നീ നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെ രക്ഷിക്കും എന്ന് തീമോഥെയോസിനോട് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ നമ്മെ തന്നെ നമുക്ക് സൂക്ഷിക്കുവാനായിട്ട് കഴിയണം. അപ്പോൾ തന്നെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് നിർത്തുവാൻ കഴിവുള്ളവനെക്കുറിച്ച് ഈ വാക്യത്തിൽ പറയുകയാണ്. ദൈവം നമ്മെ പിടിച്ചിരിക്കുന്നതിനാൽ നാം ഒരിക്കലും വീണുപോകുകയില്ല. ദിവ്യശക്തിയിൽ കുറയാത്ത ഒന്ന് നമ്മെ പിടിച്ചുകൊള്ളുന്നതിനാലാണ് നാം വീഴാതെ ഇരിക്കുന്നത്. 121-ാം സങ്കീർത്തനം 3-ാം വാക്യം, നിൻ്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. നമ്മുടെ കാൽ വഴുതുവാൻ ഒരിക്കലും ദൈവം സമ്മതിക്കുകയില്ല. പത്രോസ് പറയുന്നത് പോലെ വിശ്വാസത്താൽ ദൈവശക്തിയാൽ ഓരോ ദിവസവും നാം കാക്കപ്പെടുകയാണ്. ശക്തിയേറിയ ഭുജം, അത് ദൈവത്തിൻ്റെ ഭുജമാണ്. ആ ഭുജത്തിലാണ് ദൈവം നമ്മെ വഹിക്കുന്നത്. സ്വയം അയോഗ്യരാകാത്ത കാലത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം തന്നെ ദൈവസന്നിധി വിട്ട് അത് വേണ്ട എന്ന് വെച്ച് മനസ്സുമടുത്ത് പോകാത്ത കാലത്തോളം, സ്വയം അയോഗ്യരാകാത്തിടത്തോളം കാലം യോസഫ് ദൈവത്താൽ സൂക്ഷിക്കപ്പെടുകയാണ്. അവനിൽ പാപം പ്രവേശിക്കാതെ അവൻ ഓടി അകന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ അശ്രദ്ധ കൊണ്ടോ അവിവേകം കൊണ്ടോ അമിത വിശ്വാസം കൊണ്ടോ അമിത ആത്മവിശ്വാസം കൊണ്ടോ തെറ്റിലും കുറ്റങ്ങളിലും ഒക്കെ അകപ്പെടാം. എന്നാൽ ദൈവം നമ്മെ സൂക്ഷിക്കാൻ ശക്തനാണ്. നമ്മുടെ ബലഹീനതകൾ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഏതൊരു പ്രലോഭനങ്ങൾ നിറഞ്ഞ ചതിക്കുഴികൾ നമ്മുടെ മുൻപിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ദൈവം നമ്മെ സംരക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. അത് നമുക്ക് അനുദിന ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനായിട്ട് കഴിയണം. ഒരു നേഴ്സ് ഒരു ശിശുവിനെ തൻ്റെ കരങ്ങളിൽ വഹിക്കുന്നത് പോലെ ദൈവം തൻ്റെ ജനത്തെ കരങ്ങളിൽ വഹിക്കുകയാണ്. വചനം ഓർപ്പിക്കുന്നു, ഞാൻ നിന്നെ കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ദൈവമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും വ്യക്തികൾ തള്ളിക്കളഞ്ഞതുകൊണ്ടോ ഉപേക്ഷിച്ചതുകൊണ്ടോ
നമ്മുടെ മേലുള്ള ദൈവത്തിൻ്റെ വിളി അപൂർണമാകുന്നില്ല. മനുഷ്യനെ ഭരിക്കുന്ന സർവശക്തനായ ദൈവം എത്തേണ്ട ഇടങ്ങളിൽ നാം എത്തുന്നത് വരെ വീഴാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, ജാഗ്രതയുള്ളവരായിരിക്കാം, കരുതലുള്ളവരായിരിക്കാം, ശ്രദ്ധയുള്ളവരായിരിക്കാം. ശത്രു ഒരുക്കുന്ന ചതിക്കുഴികൾ നമ്മുടെ മുൻപിലുണ്ട്. പണ്ടത്തെ കാലത്ത് ആനയെ പിടിക്കുവാൻ വാരിക്കുഴികളൊക്കെ കുഴിച്ചനന്തരം അതിൻ്റെ മുകളിൽ വഴിത്താരകൾ ഇതൊന്നും അറിയാതെ വണ്ണം മൂടി വയ്ക്കുന്നത് പോലെ പിശാചൊരുക്കുന്ന ചില കെണികളും തന്ത്രങ്ങളും നമ്മെ ചിലതിനകത്ത് അകപ്പെടുത്തിക്കളയാൻ, കുരുക്കിക്കളയുവാൻ ഒരുക്കുന്ന കെണികളുണ്ട്. എന്നാൽ നാം ദൈവത്തിൽ ആശ്രയിച്ച് ഓരോ ദിവസം ജീവിക്കുമ്പോഴും അബദ്ധങ്ങളിൽ ചാടാതെ വണ്ണം, ശത്രു ഒരുക്കുന്ന കെണികളിൽ വീണുപോകാതെ വണ്ണം ദൈവം നമ്മെ സൂക്ഷിക്കുവാനിടയാകും. ആകയാൽ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്നാണ് വായിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കാനായിട്ട് പാടില്ല. നമ്മളാകുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ശരണപ്പെടാം, ദൈവകൃപ പ്രാപിക്കാം, ജയകരമായ ജീവിതത്തിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.